ഹലോ. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ക്രിസ്മസ് ഈവനിങ് ആണ്. ഹൗ ഐ സ്പെൻഡ് മൈ ഈവനിങ്, ക്രിസ്മസ് ഈവനിങ്, അതാണ് നമ്മൾ കാണുന്നത്. വളരെ ലളിതമാണ്, കാരണം പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അത്രയും വൈബിലെത്തുന്ന ആൾക്കാരല്ല. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും, ഫസ്റ്റ് നമുക്ക് പോയി കുളിക്കുക ഗൈസ്. വൈകുന്നേരം ഒരു കുളി ഇപ്പം നല്ലതാണ്. ആൻഡ് കണ്ടോ പിമ്പിൾസ്, ഇനി നമ്മൾ ഓയിൽമെൻ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഐ ഹാവ് എ ഹൈ എമൗണ്ട് ഓഫ് തൈറോയിഡ്, അതിൻ്റെയാണ് ഈ കാണുന്നത്. സോ അപ്പം നമ്മൾ മെഡിസിനൊക്കെ കൺസ്യൂം ചെയ്യണം. നാളത്തോട് തുടങ്ങും. പിന്നെന്താ, അപ്പം നമുക്ക് സംഭവം തുടങ്ങാം. അപ്പം ഞാൻ കൈ എടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അത് നമുക്ക് ബാക്കി പണികൾ ജസ്റ്റ് ചെറിയ ചെറിയ ലൊട്ടിലൊടുക്ക് പണികളുള്ളൂ. ഒന്ന് അടിച്ചു വരണം, പാത്രം കഴുകാനുണ്ടാവും, പിന്നെ ഫുഡൊക്കെ മാറ്റി വെക്കണം, ഫ്രിഡ്ജിൽ വെക്കേണ്ടത് അങ്ങനെയൊക്കെ. ഇതൊക്കെ ഞാൻ നേരത്തെ എടുത്ത് വെക്കൂല, കാരണം നേരത്തെ കിടന്ന് ഉറങ്ങാമല്ലോ. എനിക്ക് ഉറക്കം ഇപ്പോൾ ഭയങ്കര ഹൈ ലെവലെത്തി. സോ കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്, അതൊക്കെ എങ്ങനെ ആവും നമുക്കറിയില്ല. സോ യു ഗൈസ് എൻജോയ്. ഈ സാധനം ഞാൻ ഇടയ്ക്ക് കാണിച്ചോണ്ടിരിക്കേ. ഓക്കെ. അപ്പം ഞാൻ കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞു. പക്ഷെ കുളിക്കാൻ പോണതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യണം ഗൈസ്. നമുക്ക് മുടി കെട്ടി വെക്കണം, കാരണം എനിക്ക് മുടി കെട്ടി വെച്ചില്ലെങ്കിൽ മുടി നനയും. ഓൾസോ ഞാൻ വൈകിട്ട് തല കുളിക്കാറില്ല. പിന്നെ നമുക്ക് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാൻ പോകാം. സോ ഞാൻ അപ്പോൾ മുടി കെട്ടിയിട്ട് വരാം. ഓക്കെ. അപ്പം ഞാൻ ഇതിന് മുടി കെട്ട യൂസ് ചെയ്യുന്നത് സാധാരണക്കാരി ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ. ഈ ഒരു സെറത്തിനെ കുറിച്ച് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടാവും. നല്ല സെറ, ഡോക്ടർ എന്ന സെറമുണ്ട്. ഞാൻ ഇപ്പോൾ വെറുതെ ഫ്ലിപ്കാർട്ടിൽ അടിച്ച് നോക്കിയപ്പോൾ ഈ സാധനം കിടക്കണ്ടേ, മേടിക്കണം. ഒരു 500 സംതിങ് ആണ് പൈസ തന്നെ. പൈസ ഇത്തിരി കൂടുതലാണ്, പക്ഷേ സാധനം നല്ലതാണ് ഗീസ്. പിന്നെ അതിൻ്റെ ഒരു സ്ക്രഞ്ച് ഉണ്ട്, 2 ചീപ്പുണ്ട്. ഞാൻ 2 ചീപ്പും കൊണ്ടൊക്കെയാണ് തലയിറണം. ബിക്കോസ് നമുക്ക് മറ്റേ ഈ ചീപ്പ് വെച്ചിട്ട് ചടകളാൻ ഈ ചിപ്പ് നമുക്ക് വെച്ച് സ്റ്റൈൽ ചെയ്യണം, നല്ലതാണ് ഗീസ്. അപ്പം ഞാൻ ഇതൊക്കെ യൂസ് ചെയ്തിട്ടിട്ട് എനിക്ക് ഇത്തിരി സെറവും ഇടാം ഗീസ്. അപ്പം ഞാൻ ഇത് മുടി കെട്ടിട്ട് ഞാൻ വരാം, എന്നിട്ട് ഞാൻ ബാക്കി പറയാം കേട്ടോ. അപ്പം നമ്മൾ മുടി കെട്ടിരിക്കുകയാണ് ഗീസ്. ഓക്കെ. അപ്പം നമ്മൾ മുടി കെട്ടി, നമ്മൾ അടുത്തത് ചെയ്യാൻ പോകണം. ഞാൻ ഐബ്രോസ് എപ്പോഴും എഴുതി കൊടുക്കും ഗൈസ്, കാരണം എനിക്ക് ഐബ്രോസിൽ ഇവിടെ കളറില്ലെന്ന് ചേച്ചി പറഞ്ഞു, ത്രെഡ് ചെയ്യുമ്പോൾ ചേച്ചി പറഞ്ഞതാണ്. അപ്പം ഈ ആവണക്കണ്ണൊക്കെ പറ്റണമെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ആവണക്കണ്ണ ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതിന് ബഡ്സ് വെച്ചിട്ട് ചെയ്യാലോ എന്ന് ചോദിച്ചാൽ അനുവിനെയും കൊണ്ട് തന്നെ ബഡ്സ് പഠിപ്പിച്ച് പറ്റിയില്ല. ഒരാഴ്ചയും പറ്റിയില്ല, 2 ദിവസം കണ്ട് പറ്റുള്ളൂ, പിന്നെ മതി, അത്രയും മടിയാണ്. പിന്നെ അതൊന്നുമില്ലാവട്ടെ. അപ്പം നമുക്ക് ഐബ്രോസ് ഞാനിപ്പോൾ എപ്പോഴും എഴുതി കൊടുക്കും. ഇപ്പം അതുകൊണ്ട് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ രാവിലത്തെ കാര്യമാണ് ഗൈസ്, പോയിട്ടില്ല, അമ്പലത്തിൽ പോയതിൻ്റെ ബാലൻസ്. അപ്പം നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ ഫേസ് ഇപ്പോൾ വാഷ് ചെയ്യണതിന് ഇതൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡേംഡോക്കിൻ്റെ എല്ലാവർക്കും അറിയാം, ഒരു ക്ലെൻസിങ് ബാറാണ്. ഇതിൽ നമ്മുടെ സാലിസിലിക് ആസിഡൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ആക്നെയായിട്ട് ഫൈറ്റ് ചെയ്യുമെന്നാണ് പറയണം. സോ നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് ഇതും കൊണ്ട് മുഖം കഴുകിയിട്ട് വരും ഗൈസ് എന്ന് ഞാൻ പറയാം. ഓക്കെ. അപ്പം ഞാൻ ഫേസ് കഴുകി ഗൈസ്. ഞാൻ ഡബിൾ ക്ലെൻസ് ആണ് ചെയ്തത്. കുറേ വാക്കൊക്കെ ഞാനിങ്ങനെ യൂട്യൂബ് കണ്ടിട്ടാണ് ഗൈസ് പഠിച്ചത്. ഓക്കെ. അപ്പം നമുക്കിതൊരു വെറുതെ ഡാബ് ചെയ്ത് കൊടുക്കാം. ഡാബ് നല്ല കാര്യം. നല്ല ഈ ഭയങ്കര ചൊറിച്ചിലും ഒരുമാതിരി അസുഖമാണ്. നമുക്ക് പോയി ഗുളിക്കാൻ യൂസ്. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് ഗൈസ്. അങ്ങനെ നോക്കിയപ്പോൾ അതേ അമ്മാവൻ കയറുന്ന കേസ്, എൻ്റെ അമ്മയുടെ ഇളയ ആങ്ങള. അതിന് പിന്നെ അമ്മയോട് കുറച്ച് സംസാരിച്ച് അമ്മാവൻ പോയി. ഓക്കെ. അപ്പം ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ്
കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഒരു ലോഡ് പണികളുണ്ട്. ഒരു ലോഡൊന്നുമില്ല, കുറച്ച് കുറച്ച് പണികൾ. ആദ്യത്തെ കാര്യമാണ് നമുക്ക് അടിച്ചു വാരി ഇവിടെ ക്ലീൻ ചെയ്ത്. ഇവിടെ മാത്രമല്ല, എൻ്റെ റൂം, കിച്ചൺ, 2 ഹോള്, സിറ്റ് ഔട്ട്, ഇതും കൂടി കൂട്ടിയായിരുന്നു. അപ്പം നമുക്ക് ഒന്നേ തുടങ്ങാം ഗൈസ്. എനിക്ക് പണിയെടുക്കുമ്പോൾ വീഡിയോ എടുക്കാനും ഇത് വരില്ല, അതുകൊണ്ടാണ് എനിക്ക് പാട്ടൊക്കെ ആയിട്ട് വേണം എടുക്കാം. അപ്പം ഞാൻ ഫുൾ പണി തീർത്തിട്ട് ഞാൻ വരാം, എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. വെയിറ്റ് ചെയ്യാം ഗൈസ്. ഞാൻ ഇപ്പോൾ പോയി അടിച്ചൊക്കെ വാരി ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ. റെഡി. ഹലോ. അപ്പം നമ്മൾ അടിച്ചൊക്കെ വാരി നമ്മൾ അടുക്കള വരെ എത്തിയേക്കണം ഗൈസ്. നമുക്കിനി പാത്രം കഴുകാനുണ്ട്. കുറച്ച് പാത്രം കഴുകുള്ളൂ. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഒരു പുതിയ ആൾ വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ അതിനെ കാണിച്ചു. അത് നമുക്ക് പാത്രം കഴുകുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് ആണ് പുതിയ. എവിടെ? അയ്യോ, കിടന്ന് ഉറങ്ങിയാണ് ഗൈസ്. ഉറങ്ങിക്കോട്ടെ. ഇതിനെ ബാക്കി ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഗൈസ് ബാക്കി. എല്ലാവരും കിടന്ന് ഉറങ്ങിയാണ് ഗൈസ്. അത് കഴിയുമ്പോൾ എഴുന്നേക്കുമായിരിക്കും. ഓക്കെ. അപ്പം നമ്മൾ അതൊക്കെ വൈകുന്നേരങ്ങളിൽ മാത്രം കാണാവുന്ന കുറച്ച് പരിപാടികളൊക്കെ നമ്മൾ ടി വിയിൽ വെക്കാറ്. ഇതെന്തത് പുതിയ ആൾക്കാരൊക്കെ. ഓക്കെ, സൂപ്പറായിട്ട്. അപ്പം അച്ഛനോട് ഇത് ടി വി ആണ് ഗൈസ്. അപ്പം നമുക്ക് പോയി പാത്രം കഴുകിയിട്ട്. അപ്പം ഞാനൊരു കാര്യം ചെയ്യും, പാത്രം കഴുകിയിട്ട് വരാം. നല്ല സൗണ്ടുകൾ കാണിച്ചു തരാം അച്ഛനെ. അകത്ത് വരെ പച്ചമറ്റ ടോപ്സ് ഇങ്ങനെ കാണുന്നു ഗൈസ്. അതിൻ്റെ അഡിക്റ്റാണ്. ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അച്ഛനൊന്നും മിണ്ടിയില്ല. അച്ഛൻ പൂച്ചനെടുക്കാൻ പറഞ്ഞു. ഓക്കെ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് പാത്രമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നാളെ മറ്റേ പീസ് കറി വെക്കുക ഗൈസ് രാവിലെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പീസ് വെള്ളത്തിലിടാം. അന്നേരം നമുക്കൊരു നൈറ്റ് കെയർ ചെയ്യാം. നൈറ്റ് കെയർ അല്ല, മറ്റേ ഡോക്ടർ ഓയിൽമെൻറ്റിൽ അത് നമുക്ക് വരാം. സോ അപ്പം നമുക്ക് അപ്പം കാണാം ഗൈസ്. ഹലോ. ഓക്കെ. അപ്പം നമ്മൾക്ക് ഇന്നത്തെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇനി നമുക്ക് പിന്നെ പഠിക്കാനല്ല, എഴുതാനുണ്ട്, കുറച്ച് എഴുതാനുണ്ട്. പിന്നെ നമുക്ക് മറ്റേ നൈറ്റ് കെയർ ചെയ്യാം. നൈറ്റ് കെയർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ എനിക്കൊരു ഓയിൽമെൻറ്റ് തന്നിട്ടുണ്ട് വെറ്റാൻ പറഞ്ഞിട്ട്. അപ്പം നമുക്കത് വെറ്റാം. പിന്നെ ഒരു ലിപ് ബാമൊക്കെ ഇട്ട് നൈറ്റ് കെയർ നമുക്ക് സെറ്റാക്കാം. പിന്നെ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞ് കുറേ വാരി വെച്ച് സാധനങ്ങൾ മൊത്തം ഇടരുതെന്ന്. അപ്പം നമ്മൾ ഒന്നും ഇടൂല ഗൈസ്. സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ സംഭവം. അപ്പം ഞാനിതൊന്ന് പൊട്ടിച്ചിട്ട് വരാം. അതിൻ്റെ പെട്ടി ഞാൻ കാണിച്ചത്. ഈ ഒരു പിങ്ക് സാധനം അവസാനം. അപ്പം അതാണ് സംഭവം. ഇത് ഞാൻ പൊട്ടിച്ചിട്ട് വരാം. പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് കയ്യിലിട്ടോ. ഇത് ഇത്തിരി ഉള്ളൂ. തട്ടിപ്പാണോ ദൈവമേ? ഇത്തിരി മതിയായിരിക്കും. ഇത് ഇട്ടിട്ട് എന്താ ചെയ്യേണ്ടത് എനിക്കറിയാവുന്നത്. മോയ്സ്ചറൈസർ ഇടണമെന്ന് പറയുമ്പോൾ ജെല്ലി ടൈപ്പ് ടെക്സ്ചർ ഉണ്ടാ. നമുക്ക് ഇട്ടോക്കാം. ഇതെനിക്ക് 2 ദിവസത്തേക്ക് തൂക്കാനുണ്ടാവും. സ്മെല്ല് വെള്ളം മീൻസ് വേണ്ട സ്ഥലത്തിട്ട് കുരു വരുമോന്നും അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഇതിപ്പോൾ തല നിറച്ചിപ്പോൾ നെറ്റി നിറച്ച് കുരുവായിരുന്നു. നമുക്ക് ഉറക്കും ഗൈസ്. അതും ഇതൊക്കെ ചെയ്യുന്ന നമുക്ക് കുറച്ചിരിക്കും. സ്മെല്ലുള്ള ഈ മറ്റേ റോസ് വാട്ടർ ഇല്ലേ, ആ സ്മെല്ലൊക്കെ. നമുക്ക് പിന്നെ ലിപ് ബാം കൂടി ഇടാം ഗൈസ്. ഞാൻ അതൊക്കെ റെഡി ആയി വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ ലിപ് ബാം ഇടാം. എനിക്ക് പേഴ്സണലി എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. അടുത്ത പ്രാവശ്യം മേടിക്കുമ്പോൾ മറ്റേ തന്നെ മേടിക്കും. ഇത് റിവ്യൂ ഒക്കെ കൊണ്ട് മേടിച്ചാണ്. സംഭവം നല്ലതായിരിക്കും, പക്ഷെ എനിക്ക് ഇട്ടിട്ട് നല്ല ഗ്ലിൻസിങ് ഒക്കെ വേണം. ഇത് ഭയങ്കര മാറ്റായിരിക്കണം. നമുക്ക് അങ്ങനെയല്ല, എല്ലാം നാട്ടുകാരെല്ലാം കാണിക്കും ഇട്ടിട്ടുണ്ടെന്നാണ്. ഇതിട്ടാ സംഭവം കൊള്ളാം കേസ്. മൈൽഡ് സ്മെല്ലൊക്കെ ഉള്ളു. ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടാവൂല. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ നൈറ്റ് കെയർ. നമുക്ക് പഠനത്തിലേക്ക് കടക്കാം ഗൈസ്. നമുക്കത് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ പഠിക്കാനല്ല എഴുതാനാട്ടോ. കുറേ നോട്ട്സ് എഴുതാറുണ്ട്. ഇപ്പം ഇരുന്ന് എഴുതിയില്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ഞാൻ കാരണം മുക്കറുണ്ട്. അപ്പം നമ്മൾ നോട്ടൊക്കെ എടുത്ത് ലാപ്പൊക്കെയാണ് എഴുതണം. അല്ലെങ്കിൽ എനിക്ക് കണ്ണ് വേനെടുക്കും ഗൈസ്. പിന്നെ 2 ഹെഡ്സെറ്റ് എടുത്തു. എന്നാലും തന്നെ എഴുതാനൊക്കെ ഒരു മൂഡ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ബോറടിച്ചിരിക്കട്ടെ. ഇതെൻ്റെ മിനിയൻസാണ്. എനിക്ക് മിനിയൻസിന് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അതുകൊണ്ട് ഈറ്റിങ്ങളെ വാൾപേപ്പർ ഇട്ടു.
അത് കഴിയുമ്പോൾ നമ്മൾ നോട്ട്സൊക്കെ എടുത്ത് ഇരുന്ന് എഴുതി. പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ ഇംഗ്ലീഷ് പഠിക്കണ എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ അതൊക്കെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് എഴുതി, പിന്നെ മതിയായി. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ പഠനമൊക്കെ കഴിഞ്ഞു ഗൈസ്. കുറേ അധികം എഴുതാനുണ്ടായി. ഫുൾ തീർക്കുമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷേ പറ്റുള്ള കയ്യൊക്കെ വേണ്ടത്. പിന്നെന്താ, നമുക്ക് ഈ ലാപ്ടോപ്പൊക്കെ ഒന്ന് ചാർജ് ചെയ്തിടാം. നാളെ എഴുതാനുണ്ട്, നാളെ എന്നെ കുത്തിയിരുന്നുണ്ട് ബാക്കി. പിന്നെന്താ, പിന്നെ ഫുഡ് കഴിക്കണമല്ലോ, വിശക്കണമല്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കൊന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് തരണം. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം ഗൈസ്. അപ്പോൾ ബൈ ബൈ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണട്ടെ. ബൈ ബൈ.